ഇസാഫ് എന്ന പേര് കേരളത്തിലുള്ള എല്ലാവർക്കും ഇന്ന് സുപരിചിതമാണ്. തൃശൂർ ജില്ലയിലെ മണ്ണുത്തിയിൽ നിന്നാണ് ഈ പ്രസ്ഥാനം തുടങ്ങിയത്. കെ പോൾ തോമസ് ആണ് ഇതിന്റെ സ്ഥാപകൻ. അദ്ദേഹത്തിന്റെ ഭാര്യ മെറീന പോളും ഒപ്പമുണ്ടായിരുന്നു. 1992 അവർ ഒരു ചെറിയ വീട്ടിൽ ഈ സംഘം തുടങ്ങി. ആ വീടിന്റെ പേര് ലിറ്റിൽ എന്നായിരുന്നു. ജേക്കബ് സാമുവൽ എന്ന സുഹൃത്താണ് ഇസാഫ് എന്ന പേര് നൽകിയത്. ഇവാഞ്ചലിക്കൽ സോഷ്യൽ ആക്ഷൻ ഫോറം എന്നാണ് ഇതിന്റെ പൂർണ്ണ രൂപം. തുടക്കത്തിൽ ഇതൊരു ബാങ്ക് ആയിരുന്നില്ല, ഇതൊരു സന്നദ്ധ സംഘടനയായിരുന്നു. 5 സ്ഥിരം അംഗങ്ങൾ മാത്രമാണ് അന്നുണ്ടായിരുന്നത്. ബംഗ്ലാദേശിലെ ഗ്രാമീൺ ബാങ്കിന്റെ പ്രവർത്തനങ്ങളാണ് പോൾ തോമസിനെ സ്വാധീനിച്ചത്. മുഹമ്മദ് യൂനസ് എന്ന വ്യക്തിയാണ് ഗ്രാമീൺ ബാങ്ക് തുടങ്ങിയത്. പാവപ്പെട്ട ആളുകൾക്ക് ചെറിയ തുകകൾ വായ്പ നൽകുന്ന രീതിയായിരുന്നു അത്. സാധാരണക്കാരായ ജനങ്ങളെ സഹായിക്കുക എന്നതായിരുന്നു ഇസാഫിന്റെ പ്രധാന ലക്ഷ്യം. സമൂഹത്തിലെ പാവപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും സാമ്പത്തിക സഹായം നൽകാൻ അവർ തീരുമാനിച്ചു. വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരുടെ ഇടയിലെ തൊഴിലില്ലായ്മ മാറ്റാനും അവർ ശ്രമിച്ചു. 1995 ഇസാഫ് ചെറിയ വായ്പകൾ നൽകാൻ തുടങ്ങി. പാവപ്പെട്ട സ്ത്രീകൾക്കും കർഷകർക്കും അവർ പണം നൽകി. കേരളത്തിലെ ആദ്യത്തെ മൈക്രോ ഫിനാൻസ് സ്ഥാപനമായിരുന്നു ഇത്. സാധാരണ ബാങ്കുകൾ പാവപ്പെട്ടവർക്ക് വായ്പ നൽകാൻ മടിച്ചിരുന്നു. ഈ സമയത്താണ് ഇസാഫ് അവർക്ക് സഹായമായി എത്തിയത്. പലിശ ഇല്ലാതെയും അവർ തുടക്കത്തിൽ വായ്പകൾ നൽകിയിരുന്നു. ഇത് ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത നേടി. ആളുകൾ ചെറിയ കൂട്ടായ്മകൾ ഉണ്ടാക്കി. ഈ കൂട്ടായ്മകൾ വഴി വായ്പകൾ വിതരണം ചെയ്തു. സ്ത്രീകൾ സ്വയം തൊഴിൽ കണ്ടെത്താൻ ഈ പണം ഉപയോഗിച്ചു. അങ്ങനെ നിരവധി കുടുംബങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറി. ഈ പ്രവർത്തനങ്ങൾ വളരെ വിജയകരമായി മാറി. വായ്പകൾ കൃത്യമായി തിരിച്ചടയ്ക്കാൻ ആളുകൾ ശ്രദ്ധിച്ചു. 2008 ഇസാഫ് മൈക്രോ ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി രൂപീകരിച്ചു. ഇന്ത്യയിലെ മികച്ച 10 മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ ഒന്നായി ഇസാഫ് മാറി. മൈക്രോ ഫിനാൻസ് രംഗത്ത് അവർ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. സാമ്പത്തിക സഹായങ്ങൾക്ക് പുറമെ ആളുകളുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും മെച്ചപ്പെടുത്താൻ അവർ ശ്രദ്ധിച്ചു. കുടിവെള്ളം എത്തിക്കാനും ശുചിത്വ പദ്ധതികൾ നടപ്പിലാക്കാനും അവർ ലോകബാങ്കുമായി ചേർന്ന് പ്രവർത്തിച്ചു. ജീവധാര എന്ന പേരിൽ പദ്ധതികൾ നടത്തി. ഇസാഫിന്റെ പ്രവർത്തനങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എപ്പോഴും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവരുടെ മികച്ച പ്രവർത്തനങ്ങൾക്ക് വലിയൊരു അംഗീകാരം ലഭിച്ചു. 2017 ഇസാഫിന് സ്മോൾ ഫിനാൻസ് ബാങ്ക് തുടങ്ങാനുള്ള ലൈസൻസ് ലഭിച്ചു. 2017 മാർച്ച് 17 കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ബാങ്കിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂരിലായിരുന്നു ഈ ഉദ്ഘാടന ചടങ്ങ്. ഇതോടെ ഇസാഫ് ഒരു പൂർണ്ണ ബാങ്കായി മാറി. 2018 ഡിസംബറിൽ ഇസാഫിന് ഷെഡ്യൂൾഡ് ബാങ്ക് പദവി ലഭിച്ചു. ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, കാത്തലിക് സിറിയൻ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക് എന്നിവയ്ക്ക് ശേഷം കേരളത്തിൽ നിന്നുള്ള 5ാമത്തെ ഷെഡ്യൂൾഡ് ബാങ്കായി ഇത് മാറി. ഷെഡ്യൂൾഡ് പദവി ലഭിച്ചത് ബാങ്കിന് വലിയ ഗുണം ചെയ്തു. കുറഞ്ഞ ചെലവിൽ പണം കണ്ടെത്താൻ ഇത് ബാങ്കിനെ സഹായിച്ചു. ബാങ്ക് ആയതിനു ശേഷം ഇസാഫ് അതിവേഗം വളർന്നു. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അവർ പുതിയ ശാഖകൾ തുറന്നു. 2018 അവർക്ക് 4000 ജീവനക്കാർ ഉണ്ടായിരുന്നു. 400ഓളം ശാഖകളും ഉണ്ടായിരുന്നു. നിക്ഷേപമായി വലിയ തുകകൾ അവർക്ക് ലഭിച്ചു. 4000 കോടിയിലധികം രൂപ അവർ വായ്പയായി നൽകി. ഗ്രാമീണ മേഖലകളിൽ ബാങ്കിംഗ് സേവനങ്ങൾ എത്തിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു. കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കും അവർ വായ്പകൾ നൽകി. വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിലും ഇസാഫ് സഹായങ്ങൾ ചെയ്തു. മൈക്രോ ATMകൾ വഴി പണം പിൻവലിക്കാൻ അവർ സൗകര്യമൊരുക്കി. നബാർഡുമായി ചേർന്ന് പല സാമ്പത്തിക പദ്ധതികളും അവർ നടപ്പിലാക്കി. ഇത് കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള പാവപ്പെട്ടവർക്ക് വലിയ സഹായമായി. പരിസ്ഥിതി സംരക്ഷണത്തിനും ബാങ്ക് വലിയ പ്രാധാന്യം നൽകി. മരം നടാനും പ്രകൃതി സൗഹൃദ ഊർജം ഉപയോഗിക്കാനും അവർ ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ബാങ്കിന്റെ ശാഖകളിൽ പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കി. പാവപ്പെട്ടവരെ സഹായിച്ചതിന് 2022 ബാങ്കിന് വലിയ പുരസ്കാരങ്ങൾ ലഭിച്ചു. 2023 നവംബറിൽ ഇസാഫ് ബാങ്ക് ഓഹരി വിപണിയിൽ പ്രവേശിച്ചു. ബാങ്കിന്റെ ആദ്യ ഓഹരി വിൽപ്പന വലിയ വിജയമായിരുന്നു. സാധാരണക്കാരും വലിയ നിക്ഷേപകരും വൻതോതിൽ ഓഹരികൾ വാങ്ങി. ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്ത സമയത്ത് ബാങ്കിന്റെ ഓഹരി വില മികച്ച നിലയിലായിരുന്നു. 60 രൂപയ്ക്ക് അടുത്തുവരെ ഓഹരി വില എത്തിയിരുന്നു. ഈ സമയത്ത് ബാങ്ക് നല്ല ലാഭവും ഉണ്ടാക്കിയിരുന്നു. നിക്ഷേപകർക്ക് വലിയ പ്രതീക്ഷയാണ് ഈ ബാങ്ക് അന്ന് നൽകിയത്. എന്നാൽ പിന്നീട് ബാങ്കിന്റെ നില പരുങ്ങലിലായി. 2024 മുതൽ ബാങ്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടാൻ തുടങ്ങി. അവർ നൽകിയ പല വായ്പകളും തിരിച്ചു കിട്ടിയില്ല. കിട്ടാക്കടങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചു. ഇത് ബാങ്കിന്റെ ലാഭത്തെ സാരമായി ബാധിച്ചു. തുടർച്ചയായി 5 ക്വാർട്ടറിൽ ബാങ്ക് വലിയ നഷ്ടം രേഖപ്പെടുത്തി. 2025 അവസാനത്തോടെ ബാങ്കിന്റെ സാമ്പത്തിക നില വളരെ മോശമായി. ഇതോടെ ഓഹരി വിപണിയിലും ബാങ്കിന് കനത്ത തിരിച്ചടി നേരിട്ടു. നിക്ഷേപകർ വേഗത്തിൽ ഓഹരികൾ വിറ്റൊഴിവാക്കാൻ തുടങ്ങി. ബാങ്കിന്റെ ചിലവുകൾ വളരെ കൂടുതലായിരുന്നു. ബാങ്കിന് ലഭിക്കുന്ന വരുമാനത്തിന്റെ 76% ചിലവുകൾക്കായി പോയി. ഇത് ബാങ്കിന്റെ വളർച്ചയെ തടഞ്ഞു. 2026 ഏപ്രിൽ മാസത്തിൽ ബാങ്കിന്റെ ഓഹരി വില വലിയ തോതിൽ താഴേക്ക് പോയി. 23 രൂപ നിരക്കിലാണ് ഇപ്പോൾ ഓഹരി വ്യാപാരം നടക്കുന്നത്. ഇത് ബാങ്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ്.
ഒരു വർഷം കൊണ്ട് ഓഹരി വിലയിൽ 25% ഇടിവാണ് ഉണ്ടായത്. ബാങ്കിന്റെ മൂലധന പര്യാപ്തത വലിയൊരു പ്രശ്നമായി മാറി. ബാങ്കിന് മതിയായ കരുതൽ ധനം ഇല്ലെന്നാണ് സാമ്പത്തിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റിസർവ് ബാങ്കിന്റെ നിയമങ്ങൾ അനുസരിച്ച് ഇത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ്. വലിയ നഷ്ടങ്ങൾ സഹിക്കാൻ ബാങ്കിന് ഇപ്പോൾ ശേഷിയില്ല. ഈ വാർത്തകൾ നിക്ഷേപകരെ കൂടുതൽ ഭയപ്പെടുത്തി. ഇന്ത്യയിലെ വലിയ മ്യൂച്വൽ ഫണ്ടുകൾ ഒന്നും തന്നെ ഇപ്പോൾ റിസർവ് ബാങ്കിന്റെ ഓഹരികൾ വാങ്ങുന്നില്ല. സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പുറമെ മറ്റ് ചില പ്രതിസന്ധികളും ബാങ്ക് നേരിട്ടു. 2025 ഓഗസ്റ്റിൽ വലിയൊരു കവർച്ച ബാങ്കിൽ നടന്നു. മധ്യപ്രദേശിലെ ജബൽപൂരിലുള്ള റിസർവ് ബാങ്ക് ശാഖയിലാണ് ഈ സംഭവം ഉണ്ടായത്. പട്ടാപ്പകൽ തോക്കുമായി എത്തിയ ഒരു സംഘം ബാങ്ക് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി. അവർ 15 കിലോഗ്രാം സ്വർണവും 5 ലക്ഷം രൂപയും അവിടെ നിന്ന് മോഷ്ടിച്ചു. വെറും 15 മിനിറ്റ് കൊണ്ടാണ് അവർ ഈ കവർച്ച നടത്തിയത്. ബീഹാറിൽ നിന്നുള്ള ഒരു വലിയ കൊള്ളസംഘമാണ് ഇതിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തി. ബാങ്കിന്റെ സുരക്ഷാ വീഴ്ചയാണ് ഈ കവർച്ചയ്ക്ക് കാരണമെന്ന് പലരും വിമർശിച്ചു. മോഷ്ടാക്കൾ ദിവസങ്ങളോളം ബാങ്ക് നിരീക്ഷിച്ച ശേഷമാണ് കവർച്ച നടത്തിയത്. ഈ സംഭവം ബാങ്കിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തു. ജനങ്ങൾ സ്വർണം പണയം വെക്കാൻ മടി കാണിച്ചു. സമാനമായ കവർച്ചകൾ മധ്യപ്രദേശിലെ മറ്റ് ബാങ്കുകളിലും നടന്നിരുന്നു. ഇതെല്ലാം സ്മോൾ ഫിനാൻസ് ബാങ്കുകളുടെ സുരക്ഷയെക്കുറിച്ച് വലിയ ആശങ്കകൾ ഉണ്ടാക്കി. കിട്ടാക്കടങ്ങൾ കുറയ്ക്കാൻ ബാങ്ക് ഇപ്പോൾ പല വഴികളും നോക്കുന്നുണ്ട്. തിരിച്ചു കിട്ടാത്ത വായ്പകൾ മറ്റുള്ളവർക്ക് വിൽക്കാൻ ബാങ്ക് തീരുമാനിച്ചു. അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനികൾക്കാണ് ഇത്തരം വായ്പകൾ വിൽക്കുന്നത്. 2025 8,500 കോടി രൂപയുടെ വലിയൊരു കിട്ടാക്കടം അവർ വിറ്റു. കൂടാതെ മറ്റൊരു 1,700 കോടി രൂപയുടെ കടങ്ങളും അവർ വിറ്റൊഴിവാക്കി. 183 കോടി രൂപയ്ക്കാണ് ഈ കടങ്ങൾ അവർ വിറ്റത്. ഇതിലൂടെ കുറച്ച് പണം തിരികെ പിടിക്കാൻ ബാങ്കിന് കഴിഞ്ഞു. ബാങ്കിന്റെ കണക്ക് പുസ്തകങ്ങൾ ക്ലീൻ ആക്കാൻ ഇത് സഹായിച്ചു. 2026 ബാങ്ക് തിരികെ വരാനുള്ള ശക്തമായ ശ്രമങ്ങളിലാണ്. പുതിയ നയങ്ങൾ ബാങ്കിൽ നടപ്പിലാക്കുന്നുണ്ട്. സുരക്ഷിതമല്ലാത്ത വായ്പകൾ നൽകുന്നത് ബാങ്ക് കുറച്ചു. സ്വർണ്ണപ്പണയ വായ്പകൾക്കും മറ്റ് ഈടുള്ള വായ്പകൾക്കും അവർ ഇപ്പോൾ കൂടുതൽ മുൻഗണന നൽകുന്നു. സുരക്ഷിതമായ വായ്പകളുടെ എണ്ണം 63% വർദ്ധിപ്പിച്ചു. ഇതിന്റെ ഫലമായി പുതിയ കിട്ടാക്കടങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. ഈ പുതിയ നയങ്ങൾ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. 2026 സാമ്പത്തിക വർഷത്തിന്റെ 3ാം പാദത്തിൽ ബാങ്ക് ചെറിയൊരു ലാഭമുണ്ടാക്കി. 7 കോടി രൂപയാണ് അവർ ലാഭമായി നേടിയത്. 5 പാദങ്ങളിലെ തുടർച്ചയായ നഷ്ടത്തിന് ശേഷമാണ് ഈ ചെറിയ ലാഭം ഉണ്ടായത്. ഇത് ബാങ്കിനും നിക്ഷേപകർക്കും ചെറിയൊരു ആശ്വാസം നൽകുന്നുണ്ട്. ബാങ്കിന്റെ വായ്പാ വിതരണം 13% വർദ്ധിച്ചു. മൊത്തം നിക്ഷേപം 7% വർദ്ധിച്ചു. മാനേജ്മെന്റിലും ചില സുപ്രധാന മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാർത്തികേയൻ മാണിക്യം എന്ന വ്യക്തിയെ ബാങ്കിന്റെ പുതിയ ചെയർമാനായി നിയമിച്ചു. കൂടാതെ മറ്റ് പല ഉയർന്ന ഉദ്യോഗസ്ഥരും മാറി വന്നു. പുതിയ നേതൃത്വത്തിന് കീഴിൽ ബാങ്ക് പഴയ നിലയിലേക്ക് തിരികെ വരുമെന്ന് മാനേജ്മെന്റ് കരുതുന്നു. എങ്കിലും ഓഹരി വിപണിയിൽ ഇപ്പോഴും വലിയ കുതിപ്പൊന്നും ഉണ്ടായിട്ടില്ല. ബാങ്കിന്റെ സാമ്പത്തിക നില പൂർണ്ണമായും സുരക്ഷിതമായിട്ടില്ല എന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. പ്രതിസന്ധികൾക്കിടയിലും പാവപ്പെട്ടവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് ബാങ്ക് മാറിയിട്ടില്ല. ഡിജിറ്റൽ സംവിധാനങ്ങൾ കൂടുതൽ ഉപയോഗിക്കാൻ അവർ പദ്ധതിയിടുന്നു. മൊബൈൽ ബാങ്കിംഗ് സേവനങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നു. ഗ്രാമീണ മേഖലകളിൽ കൂടുതൽ ATMകൾ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. കർഷകർക്കും സ്ത്രീകൾക്കും പുതിയ വായ്പാ പദ്ധതികൾ കൊണ്ടുവരാൻ ബാങ്ക് ശ്രമിക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടാനുള്ള പദ്ധതികൾക്കും അവർ പണം നൽകുന്നു. ഹരിത വായ്പകൾ എന്ന പേരിൽ പുതിയ പദ്ധതികൾ അവർ തുടങ്ങിയിട്ടുണ്ട്. ചുരുക്കത്തിൽ റിസർവ് ബാങ്ക് ഇപ്പോൾ വലിയൊരു മാറ്റത്തിന്റെ പാതയിലാണ്. വലിയ നഷ്ടങ്ങളിൽ നിന്ന് അവർ പതിയെ കരകയറാൻ ശ്രമിക്കുന്നു. ചിലവുകൾ കുറയ്ക്കുകയും വരുമാനം കൂട്ടുകയും ചെയ്യുക എന്നതാണ് ഇപ്പോൾ അവരുടെ മുന്നിലുള്ള പ്രധാന ജോലി. കിട്ടാക്കടങ്ങൾ പൂർണ്ണമായും നിയന്ത്രിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. മൂലധനം വർദ്ധിപ്പിക്കാൻ അവർ പുതിയ വഴികൾ തേടുന്നുണ്ട്. 300 മുതൽ 500 കോടി രൂപ വരെ പുതിയ മൂലധനം കണ്ടെത്താൻ അവർ ശ്രമിക്കുന്നു. സാധാരണക്കാരുടെ ബാങ്ക് എന്ന പേര് നിലനിർത്താൻ അവർക്ക് കഴിയുമോ എന്ന് വരും നാളുകളിൽ അറിയാം. നിക്ഷേപകർ വളരെ കരുതലോടെയാണ് ഇപ്പോൾ ബാങ്കിന്റെ ഓഹരികളെ കാണുന്നത്. വിപണിയിലെ വിദഗ്ധർ ഈ ഓഹരികൾ വാങ്ങാൻ ഇപ്പോൾ നിർദ്ദേശിക്കുന്നില്ല. ഓഹരികൾ വിൽക്കാനാണ് പലരും ഉപദേശിക്കുന്നത്. എങ്കിലും അടിസ്ഥാനപരമായി മികച്ച ലക്ഷ്യങ്ങളുള്ള ഒരു പ്രസ്ഥാനമാണ് ഇസാഫ്. പാവപ്പെട്ട ഒരുപാട് ജനങ്ങളെ അവർ സഹായിച്ചിട്ടുണ്ട്. ഈ സാമ്പത്തിക പ്രതിസന്ധികളെ അതിജീവിച്ച് അവർ ശക്തമായി തിരികെ വരുമെന്ന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു.